ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിക്കിൻ്റെ തെങ്സ് എന്ന സീരീസിൻ്റെ 2 എപ്പിസോഡുകളും കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതലും കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. മറ്റൊരു കാര്യം, കരിക്കിനെ പോലെയുള്ള ഒരു ചാനലിൻ്റെ വീഡിയോകളുടെ മിസ്റ്റേക്കുകൾ എന്തിനാണ് ഇടുന്നതെന്ന് കൂടുതലും കമൻറ്റുകൾ വരാറുണ്ട്. കരിക്ക് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയുടെ ക്വാളിറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കരിക്കിൻ്റെ വീഡിയോകളുടെ ഹിഡൻ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ചാനലിലൂടെ ചെയ്യാറ്. സോ സിനിമകളുടെ ഡീറ്റെയിൽസും മിസ്റ്റേക്സും എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് കരിക്കിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മിസ്റ്റേക്സും ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി മനസ്സിലായിക്കൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കരിക്കിൻ്റെ റിങ്ങ റോസ എന്ന ഷോർട്സ് സീരീസും തെങ്സിൻ്റെ 2 പാർട്ടുകളും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ ചന്തു കാർ കൊണ്ട് നിർത്തുന്ന സ്ഥലവും പിന്നെ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സ്ഥലവും വ്യത്യസ്തമായാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം നിർത്തുന്ന സ്ഥലത്തുണ്ടായിരുന്നൊരു പോസ്റ്റ് പിന്നീടുള്ള സ്ഥലത്ത് ഇല്ലാത്തതായും ആദ്യ ഭാഗത്ത് ഇല്ലാതിരുന്ന ആ ബൗണ്ടറി ലൈൻ രണ്ടാമത്തെ സ്ഥലത്ത് ഉള്ളതായിട്ടുമാണ് കാണിക്കുന്നത്. ഈ സീനിൽ തന്നെ അവിടെ വരുന്ന കുട്ടികൾ ചന്തുവിൻ്റെ അപ്പുറം കാറിൽ വരുന്നയാളെ കൈ കാണിക്കുകയും ചന്തു അത് തന്നെയായിരുന്നുവെന്ന് തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. എന്നാൽ അയാൾ അവിടെ കാർ നിർത്തുന്നതിന് മുന്നേ ചന്തുവിൻ്റെ കാറിൻ്റെ പുറകിലുണ്ടായിരുന്ന സമയം ആ കുട്ടികൾ ചന്തുവിൻ്റെ നേരെ കൈ നീട്ടുന്നത് മനസ്സിലാക്കാം. എന്നാൽ അയാൾ ചന്തുവിൻ്റെ വലതുവശത്ത് കാർ നിർത്തിയ ശേഷവും ആ കുട്ടികൾ കൈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ചന്തുവിൻ്റെ വലതേ സൈഡിലേക്കല്ല, പകരം ചന്തുവിൻ്റെ നേരെ തന്നെയാണെന്നാണ് കാണിച്ചത്. പിന്നീട് ചന്തു ആ കാറിൽ വിഷ്ണുവുമായി വീട്ടിൽ വരുമ്പോൾ കാർ ഇടുന്ന പൊസിഷനിൽ നിന്നും മുന്നേക്ക് കയറിയാണ് പിന്നീട് ചന്തു ആ കാർ എടുക്കാൻ ചെല്ലുമ്പോൾ കിടക്കുന്നത്. സേവിയറിന്റെ വീട്ടിൽ വെച്ച് SI ദിനേശൻ മാഷിനെ വിളിക്കുമ്പോൾ ഏകദേശം 30 സെക്കൻഡിന് മുകളിൽ അയാൾ മാഷിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ 16-17 സെക്കൻഡ് സംസാരിച്ച ശേഷം ആ ഫോണിൽ കാണിക്കുന്നത് 4 സെക്കൻഡ് മാത്രമേ ആയിട്ടുള്ളൂവെന്നാണ്. പിന്നീട് 30 സെക്കൻഡോളം പിന്നിട്ട ശേഷം കാണിക്കുന്നത് 16-17 സെക്കൻഡേ ആയിട്ടുള്ളൂ എന്നും. മോട്ടോർ എടുക്കാൻ പോയ വിഷ്ണുവിനെ കാണാതെ ചന്തു തിരക്കി വരികയും വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുമുണ്ട്. ആ സമയം വിഷ്ണുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ചന്തു മാധവന്റെ വീടിൻ്റെ വാതിലിൽ മുട്ടുന്നുണ്ട്. ഈ സമയം ചന്തു വാതിലിൽ വന്ന് മുട്ടുന്നിടം വരെ ആ ഫോൺ ബെല്ലടിക്കുന്നതായി അകത്തു നിന്നും കണ്ടിന്യൂസ് ആയി തന്നെ ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ എപ്പിസോഡിൽ മാധവന്റെയും കാഞ്ചനയുടെയും ആംഗിളിൽ ഈ കാര്യങ്ങൾ കാണിച്ചപ്പോൾ വിഷ്ണുവിന് ഫോൺ വന്നയുടനെ തന്നെ മാധവൻ ആ ഫോൺ എടുത്ത് ബെൽ സൈലന്റ് ആക്കിയതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് ചന്തു ആ കഥകിൽ വന്ന് മുട്ടുന്നത് തന്നെ. സോ ആദ്യത്തെ എപ്പിസോഡിൽ ആ ബെൽ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയും ഫ്ലാഷ് ബാക്ക് സീനുകളിൽ ബെല്ലടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മാധവൻ അത് സൈലന്റ് ആക്കുകയുമാണ് ചെയ്യുന്നത്. മാധവനും കാഞ്ചനയും കൊള്ളയടിക്കാനായി സ്ഥലങ്ങൾ നിരീക്ഷിക്കുമ്പോൾ രൗദ്രം ബാങ്കേഴ്സ് എന്നൊരു സ്ഥലം കൂടി കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരു വെഡ്ഡിംഗ് സ്റ്റുഡിയോ ആണെന്ന് അവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോകളിൽ നിന്നും ആ പേരിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ആ ഫോട്ടോ സ്റ്റുഡിയോയുടെ മുകളിൽ ഇവർക്ക് ഷൂട്ട് ചെയ്യാനായി വേണ്ടി മാത്രം രൗദ്രം ബാങ്കേഴ്സ് എന്നൊരു ബോർഡ് ഇവർ വെച്ചതാകാം. ഗോവിന്ദൻ മാഷ് രാഹുലിന്റെ സൈക്കിൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് സേവിയറിന്റെ വണ്ടിയുടെ കുറച്ചകലേക്കാണ് നിർത്തുന്നത്. എന്നാൽ തൊട്ടടുത്ത ഷോട്ടിൽ അത് സേവിയറിന്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതായി കാണാം. ഇതുപോലെ തന്നെ ക്ലൈമാക്സിൽ മാധവൻ ഓടിച്ചു കൊണ്ടുപോകുന്ന കാർ പഞ്ചറായെന്നും പറഞ്ഞ് നിർത്തുമ്പോൾ അത് കിടക്കുന്നത് റോഡിന്റെ തൊട്ടരികിലാണെന്ന് കാണാം. എന്നാൽ കരാട്ടെ മാഷും സംഘവും അവിടേക്ക് എത്തുമ്പോൾ അത് റോഡിൽ നിന്നും പിന്നിലേക്ക് ഇറങ്ങി കിടക്കുന്നതായും പിന്നീട് മാധവനെ അവർ തല്ലുമ്പോഴും സേവിയർ അവിടെ വരുമ്പോഴുമെല്ലാം കാർ വീണ്ടും റോഡിലേക്ക് കയറി കിടക്കുകയും ചെയ്യുന്നു. കൂടാതെ മാധവൻ ആ കാറിന്റെ മുന്നിലെ ഇടത്തെ വശത്തെ ടയർ പഞ്ചറായെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീടുള്ള ഷോട്ടുകളിൽ അതിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ലെന്ന് കാണാം. അവസാനം മഞ്ഞമുടിക്കാരനെ കാണിക്കുന്ന സീനിൽ അയാളുടെ കൂളിംഗ് ഗ്ലാസ്സിലൂടെ ഷൂട്ടിംഗ് ക്യാമറയും നമുക്ക് കാണാം. ഇനിയുള്ളത് 2 ഡീറ്റെയിലുകളാണ്. അത് എടുത്തു പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഒന്ന്, നേരത്തെ മാധവൻ ടയർ പഞ്ചറായെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ പഞ്ചറായതായിട്ടല്ല കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതവർക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു ബ്രില്യൻസ്, ആ കാറിന് ഒരുപാട് കംപ്ലൈൻറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് ആ കാർ നോർമൽ രീതിയിൽ തന്നെ പഞ്ചറായതായിട്ട് കാണിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ മാധവൻ കാർ നിർത്തിയിരിക്കുന്ന സ്ഥലം നോക്കിയാൽ അത് ഫസ്റ്റ് എപ്പിസോഡിൽ ചന്തുവും വിഷ്ണുവും പെറാരിയും കണ്ടുമുട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ തൊട്ടടുത്തുള്ള റോഡിലാണ് വിഷ്ണു അള്ളു വെക്കുന്നതും ടയർ പഞ്ചറാക്കി പെറാരിയും വിഷ്ണുവും കാശുണ്ടാക്കുന്നതും.
സോ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും വിഷ്ണു വെച്ച ഒരള്ളു തന്നെയാണ് ഇവിടെ മാധവൻ ഓടിച്ചു കൊണ്ടുവന്ന ആ കാർ പഞ്ചറാകാൻ കാരണമായതെന്ന് സ്ക്രിപ്റ്റിലൂടെ അവർ ബ്രില്യൻ്റ് ആയി തന്നെ കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഫസ്റ്റ് എപ്പിസോഡിൽ മാധവൻ വിക്രത്തിലെ റോളക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സേവിയറിന്റെ വീട്ടിൽ റോളക്സ് ഉപയോഗിക്കുന്ന സെയിം സ്പീക്കറും കാണിച്ചിരുന്നു. സോ ഇതുപോലെ തന്നെ സേവിയറിനെ തടയാൻ മാധവൻ എടുത്തുകൊണ്ട് ചാടുന്ന ആ കത്തിയും റോളക്സിന്റെ റെഫറൻസിനായി തന്നെ ഉപയോഗിച്ചതാകാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് തെങ്സിന്റെ 2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളും ഡീറ്റെയിൽസുകളും. വീഡിയോ ഇവിടെ അവസാനിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ ഈ സീരീസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകളും മിസ്റ്റേക്സുകളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ